നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണക്കപ്പിള്ളിയായി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ധനകാര്യ KN ബാലഗോപാൽ തന്റെ 6ാമത്തെയും അവസാനത്തെയും ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ രാഷ്ട്രീയ പ്രേരിതമായ പ്രഖ്യാപനങ്ങൾ കുത്തിനിറച്ച ബഡ്ജറ്റാണ് ഇതെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാവും. 3 മാസത്തിനുള്ളിൽ അടുത്ത സർക്കാർ അധികാരത്തിൽ വരുമെന്നതിനാൽ വോട്ട് ഓൺ അക്കൗണ്ടിന് പകരം പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് തന്നെ രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കുന്നതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പാണെന്ന് CPM-നും ഇടതുമുന്നണിക്കും അറിയാം. എന്നിട്ടും ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങുവാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് ഈ ബഡ്ജറ്റിൽ കാണാൻ സാധിക്കുന്നത്. 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സമ്പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. യാഥാർത്ഥ്യബോധ്യമുള്ള സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഇത് സംബന്ധിച്ച വസ്തുതകൾ കൗശലപൂർവ്വം മറച്ചുപിടിച്ച് ജനക്ഷേമത്തിന്റെ കവചമണിഞ്ഞാണ് ബഡ്ജറ്റിൽ സംസ്ഥാന മന്ത്രി നടത്തിയിരിക്കുന്നത്. യാഥാർത്ഥ്യബോധ്യമുള്ള സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഇത് സംബന്ധിച്ച വസ്തുതകൾ കൗശലപൂർവ്വം മറച്ചുപിടിച്ച് ജനക്ഷേമത്തിന്റെ കവചമണിഞ്ഞാണ് ബഡ്ജറ്റിൽ സംസ്ഥാന ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം 4,35,314 കോടിയോളം രൂപയാണ് സംസ്ഥാനത്തിന്റെ കടം. ഇതിനെ നിസ്സാരവൽക്കരിച്ചാണ് ബഡ്ജറ്റിൽ കാണിക്കുന്ന പ്രഖ്യാപനങ്ങളുടെ ഘോഷയാത്ര. ആശയങ്ങളും പ്രഖ്യാപനങ്ങളും ആർക്കും അവതരിപ്പിക്കാം. പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ ബഡ്ജറ്റുകളിലെല്ലാം ഇത് തന്നെയാണ് കണ്ടതും. ഇവയൊക്കെ നടപ്പാക്കുവാൻ എവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഒരിക്കലും ധനമന്ത്രിയോ സർക്കാരോ മറുപടി പറഞ്ഞിട്ടില്ല. ആശാ വർക്കർമാർ, അംഗനവാടി പ്രവർത്തകർ, ഹരിതകർമ്മസേന എന്നിവരുടെ വേതനം ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. വർഷങ്ങളായി ഉയർന്നു വരുന്ന ആവശ്യമാണ് ഇത്. 10 വർഷം അധികാരത്തിലിരുന്നിട്ടും ഈ ആവശ്യങ്ങൾ നടപ്പാക്കാതിരുന്നവരാണ് ഇവർ. അധികാര തുടർച്ച ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെ ഈ വിഭാഗങ്ങളെ കബളിപ്പിക്കുവാൻ ബഡ്ജറ്റിൽ മറയാക്കിയിരിക്കുകയാണ്. അപകടത്തിൽപ്പെടുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്നത് പറയുന്നത് കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെ അനുകരിക്കലാണ്. സിൽവർ ലൈനിലൂടെ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാണ് പിണറായി സർക്കാർ പദ്ധതിയിട്ടത്. കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ മെട്രോമാൻ E. ശ്രീധരന്റെ നേതൃത്വത്തിൽ തൂണുകളിലും തുരങ്കങ്ങളിലുമായി ബദൽ പദ്ധതികൾക്ക് പ്രാഥമിക അനുമതി നൽകിയിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ കേമത്വം കാണിക്കാനാണ് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് 4 ഘട്ടങ്ങളിലായി പുതിയ അതിവേഗ പാത കൊണ്ടുവരുമെന്ന് പ്രഖ്യാപനം. സിൽവർ ലൈനു വേണ്ടി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികളുടെ ഓർമ്മ മനസ്സിലുള്ള ജനങ്ങൾ ഈ തട്ടിപ്പിൽ വീഴില്ല. പിണറായിക്കും കൂട്ടർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നൽകുകയും ചെയ്യും. ധനക്കമ്മി പരിഹരിക്കുവാൻ എവിടെ നിന്ന് പണം കണ്ടെത്തണമെന്ന് ബാലഗോപാൽ ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല. വിഭവ സമാഹരണം എങ്ങനെ നടത്തുമെന്നോ റവന്യൂ വരുമാനം കണ്ടെത്താനുള്ള പുതിയ മാർഗങ്ങളോ ബഡ്ജറ്റിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനാകുന്നില്ല. കടം വാങ്ങൽ മാത്രമാണ് ധനമന്ത്രിയുടെ ഒരേ ഒരു പോംവഴി. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് വാചകമടിക്കുന്ന ധനമന്ത്രി ട്രഷറിയിൽ വലിയ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന സത്യം വിസ്മരിക്കുന്നു. ബഡ്ജറ്റിൽ പറയുന്ന പ്രഖ്യാപനങ്ങൾക്ക് അല്പായുസാണുള്ളത്. ഈ ബഡ്ജറ്റ് പാസാക്കി അധികം കഴിയുന്നതിന് മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. ആ പേരും പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കാം. ഇതാണ് തന്ത്രം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് സമാനമായ ചില ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നു. സർക്കാരിനെതിരായ ജനവികാരം മറികടക്കാനായിരുന്നു ഇത്. പക്ഷെ പ്രതിഹാരദാഹത്തോടെ CPM-നെയും ഇടതുമുന്നണിയെയും തോൽപ്പിക്കുകയാണ് ജനങ്ങൾ ചെയ്തത്. ഈ ഭീതിയിൽ നിന്നാണ് കൂടുതൽ പ്രഖ്യാപനങ്ങളുമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഫലത്തിൽ ഇത് CPM-ന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തന്നെയാണ്. ജനങ്ങൾ ആ നിലയിലെ ഇത് കണക്കാക്കുകയുമുള്ളൂ. ഈ ബഡ്ജറ്റിലെ പല പ്രഖ്യാപനങ്ങളും പാർട്ടി വോട്ട് ബാങ്കിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് എന്ന് സാധാരണക്കാർക്ക് പോലും തിരിച്ചറിയും. പൊള്ളിയായ അവകാശവാദങ്ങളും ഊതിവീർപ്പിച്ച കണക്കുകളും യാതൊരു ഉളുപ്പുമില്ലാതെ പ്രയോഗിക്കുന്ന കള്ളത്തരമാണെന്നും 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾ കണ്ടതാണ്. പാർട്ടിക്കാരിൽ ഒരു വിഭാഗത്തിന് ഗുണം ചെയ്യുന്ന ചില നടപടികൾ മാത്രമാണ് സർക്കാർ ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ളത്. സാധാരണ ജനങ്ങളുടെ ജീവിതഭാരം കുറയ്ക്കുന്ന യാതൊന്നും ഉണ്ടായിട്ടില്ല. വിപണിയിൽ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം. ഇതൊക്കെ ജനങ്ങൾ ശിക്ഷിക്കുമെന്നായപ്പോൾ വീണ്ടും കപട വാഗ്ദാനങ്ങൾ നൽകി തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്ന് കരുതുന്നത് വെറും വ്യാമോഹം മാത്രമാണ്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.